106ലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യരുടെ മൊഴിയും വിശ്വസിക്കാതെ കോടതി. പല വെളിപ്പെടുത്തലുകളും അന്വേഷണ സമയത്തെ മൊഴിയിലില്ല. ദിലീപിന്റെ അഭിഭാഷകന്റെ ക്രോസ് വിസ്താരത്തിൽ മഞ്ജുവിന്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ തെളിഞ്ഞെന്നും കോടതി. ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട അതിജീവിത. കേസിൽ സർക്കാർ ഉടൻ അപ്പീൽ നൽകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം. PS പ്രശാന്തിനെയും ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെയും ചോദ്യം ചെയ്യും. A പത്മകുമാറിനെ 2 ആഴ്ചത്തേക്ക് കൂടി റിമാൻഡ് ചെയ്ത് കോടതി. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ് പാരഡി ഗാനത്തിനെതിരെ പരാതിയുമായി അയ്യപ്പ ഭക്തിഗാനത്തെ അവഹേളിച്ചെന്ന ആരോപണം. UDF പ്രവേശന സാധ്യത തള്ളി കേരള കോൺഗ്രസ് എം. ഇടതുമുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി. പരുന്തിന് മുകളിലിരിക്കുന്ന കുരുവിയുടെ അവസ്ഥയെന്ന് ജോസഫ് ഗ്രൂപ്പിന് പരിഹാസം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയമുണ്ടായില്ലെന്ന LDF വിലയിരുത്തൽ. മികച്ച വിജയത്തിന് പിന്നാലെ പുനഃസംഘടനയ്ക്കൊരുങ്ങി കോൺഗ്രസ്. തിരുവനന്തപുരത്ത് മേയറെ തെരഞ്ഞെടുക്കാൻ BJPയിൽ ചർച്ച തുടരുന്നു. 17-ന് ശേഷം തീരുമാനം. കൊച്ചി കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തിനായി ചരടുവലി. സാമുദായിക നേതാക്കളെ ഉപയോഗിച്ച് പദവി ഉറപ്പിക്കാൻ നീക്കം. കോഴിക്കോട് CPM മേയർ സ്ഥാനാർത്ഥി ആരെന്ന് നാളെ അറിയാം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പൊളിച്ചെഴുതാൻ കേന്ദ്രം. VBG റാംജി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വേതന വിഹിതത്തിന്റെ 40% സംസ്ഥാനങ്ങൾ വഹിക്കണമെന്ന് വ്യവസ്ഥ. പദ്ധതിയുടെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയെ വെട്ടിമാറ്റി. സഭയ്ക്കകത്തും പുറത്തും കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം. पुनर्स्थापित करने की अनुमति प्रदान की जाए. जो सदस्य इसके पक्ष में हाँ गए, जो सदस्य विरोध में ना गए, मेरे विचार में निर्णय हाँ वालों के पक्ष में हुआ, हाँ वालों के पक्ष में हुआ. अनुमति प्रदान की जाती है. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് പിന്തുണയുമായി ജോർദാൻ. ശക്തമായി ഒപ്പമുണ്ടാകുമെന്ന് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ. വിവിധ ഉറപ്പാക്കുന്ന കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. IPL മിനി താരലേലത്തിൽ താരമായി കാമറൂൺ ഗ്രീൻ. ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത് 25.2 കോടിക്ക്. 18 കോടിക്ക് കൊൽക്കത്തയിൽ. വെങ്കിടേഷ് അയ്യരെ 7 കോടിക്ക് സ്വന്തമാക്കി RCB. ഞെട്ടിച്ച ഇന്ത്യയുടെ അൺക്യാപ്ഡ് താരങ്ങളായ പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയും. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ മഞ്ജു വാര്യരുടെ മൊഴി വിശ്വസിക്കാതെ വിചാരണ കോടതി. കോടതിയിലെ പല വെളിപ്പെടുത്തലുകളും അന്വേഷണ സമയത്തെ മൊഴിയിലില്ലെന്ന് കോടതി. ദിലീപിന്റെ അഭിഭാഷകന്റെ ക്രോസ് വിസ്താരത്തിൽ മഞ്ജുവിന്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ തെളിഞ്ഞെന്നും കോടതി പറഞ്ഞു. മഞ്ജു വാര്യരുടെ മൊഴി ഈ ദിലീപുമായി ബന്ധപ്പെട്ട കേസിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണെന്നുള്ള വിശ്വാസത്തിലായിരുന്നു പ്രോസിക്യൂഷൻ നിലനിന്നിരുന്നത്. കാരണം മഞ്ജു വാര്യരും ദിലീപുമായുള്ള ബന്ധം തകരാൻ കാരണക്കാരിയായത് ഇരയാക്കപ്പെട്ട നടിയാണ് എന്നുള്ള തരത്തിലായിരുന്നു കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പിന്നീട് ഈ മഞ്ജു കോടതിയിൽ പറഞ്ഞ പല കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയില്ല എന്ന് ഈ കോടതിയുടെ വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതിൽ പ്രധാനമായി ഉള്ളത് തങ്ങളുടെ വിവാഹമോചനത്തിലേക്ക് എത്തിച്ചത് ഇത്തരത്തിലുള്ള കാവ്യ മാധവനുമായുള്ള ദിലീപിൻ്റെ ബന്ധമാണ് എന്ന് മഞ്ജു വാര്യർ കോടതിയിൽ മൊഴിയായി നൽകിയിട്ടുണ്ട്. അതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ഈ ദിലീപിൻ്റെ ഒരു പഴയ ഫോണിൽ മഞ്ജു കണ്ട ചില മെസ്സേജുകളാണ്. അത് കാവ്യയുമായുള്ള ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നതാണ് എന്നുള്ളതാണ് കൃത്യമായി മഞ്ജു കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അത് പിന്നീട് ദിലീപുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു, കാവ്യയുമായി സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരും പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയായിരുന്നു. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥരോട്, ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കാൻ മഞ്ജു വാര്യർ തയ്യാറായില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ഈ വിധിന്യായത്തിൽ കോടതി പറയുന്നുണ്ട്. മറ്റൊന്ന്, മഞ്ജു വാര്യരും ദിലീപുമായി ബന്ധപ്പെട്ട വിവാഹമോചന ഹർജി
അത് മ്യൂച്വലായി മഞ്ജു ഇടപെട്ട് മഞ്ജുവിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിൽ മ്യൂച്വലായി നൽകുകയായിരുന്നു എന്നുള്ള വാദം കോടതി, അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കോടതി മഞ്ജുവിനോട് ചോദിച്ചു. അതിൽ കൃത്യമായി തനിക്ക് ഓർമ്മയില്ല എന്നുള്ള മറുപടിയായിരുന്നു മഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അതായത് ഈ വിവാഹമോചനം കാവ്യയുമായുള്ള ദിലീപിൻ്റെ ബന്ധത്തെ തുടർന്നായിരുന്നു എങ്കിൽ ഈ വിഷയം മോചനവുമായി ബന്ധപ്പെട്ട് കുടുംബ കോടതിയിൽ തെളിയിക്കാൻ തനിക്ക് സാധിക്കുമോ എന്നുള്ള സംശയം മഞ്ജുവിന് ഉണ്ടായിരുന്നു എന്നത് കോടതിക്ക് ബോധ്യപ്പെടാൻ ഒരു കാരണമായി ഇത് മാറുകയായിരുന്നു. കാരണം മ്യൂച്വൽ പെറ്റീഷൻ നൽകിയത് മഞ്ജു ആണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രതിഭാഗം അഭിഭാഷകനായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ ബന്ധം കാവ്യയുമായ ബന്ധം താൻ അറിഞ്ഞപ്പോൾ താൻ കാവ്യയുടെ അമ്മയെ വിളിച്ചിരുന്നു എന്ന് മഞ്ജു വാര്യർ പറയുന്നുണ്ട്. കാവ്യയുടെ അമ്മ എന്നുള്ളത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസിക്യൂഷൻ വിറ്റ്നസ്സായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. കാവ്യയുടെ അമ്മ ഇക്കാര്യം തനിക്കറിയാമെന്നും തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൽ ചില ആശങ്കകളുണ്ട് എന്നും മഞ്ജുവിനോട് വ്യക്തമാക്കിയെന്നാണ് മഞ്ജു മൊഴിയായി കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇക്കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥരോട്, കാരണം വളരെ വൈറ്റലായിട്ടുള്ള ഒരു എവിഡൻസ് കൂടിയായിരുന്നു ഇത് എന്നത് മനസ്സിലാക്കണം. പക്ഷേ ഇക്കാര്യവും അന്വേഷണ ഉദ്യോഗസ്ഥരോട് മഞ്ജു വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത് ഗൗരവത്തോടുകൂടി കോടതി കണ്ടു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഈ ബന്ധത്തെക്കുറിച്ച് ഇരയാക്കപ്പെട്ട നടിക്ക് അറിയാമായിരുന്നു എന്നും ഈ നടിയുമായി ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് സംയുക്ത വർമ്മയ്ക്കും ഒപ്പം ഗീതു മോഹൻദാസിനുമൊപ്പം ഈ നടിയുടെ വീട്ടിലെത്തി എന്നുള്ള കാര്യവും മൊഴിയായി പറയുന്നുണ്ട്. തുടക്കത്തിൽ ഈ കാര്യം വ്യക്തമാക്കാൻ ഈ ഇരയാക്കപ്പെട്ട നടി മടിക്കുകയും വൈകാരികമായി ഈ വിഷയത്തോട് പ്രതികരിക്കുകയും ചെയ്തപ്പോൾ ഈ നടിയുടെ പിതാവാണ് ഇക്കാര്യങ്ങൾ മഞ്ജുവിനോട് തുറന്നു പറയാൻ ആവശ്യപ്പെട്ടത് എന്നും മൊഴിയായി പറയുന്നുണ്ട്. പക്ഷേ ഇതും കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച് ബോധ്യമുണ്ടായിരുന്നില്ല എന്ന് പ്രതിഭാഗം അഭിഭാഷകന്റെ ക്രോസിംഗിൽ വ്യക്തമായി എന്നുള്ളതാണ്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി വൈരുദ്ധ്യങ്ങൾ, മൊഴിയിലുള്ള നിരവധി വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുകയും മറ്റും ചെയ്തത്. അത് വളരെ കൃത്യമായി തന്നെ കോടതി പരിഗണിക്കുകയും മറ്റും ചെയ്തിരുന്നു. പിന്നീട് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സംശയങ്ങൾക്ക് ശേഷവും ദിലീപിൻ്റെ സഹോദരങ്ങളുമായി സംസാരിച്ചു, ദിലീപിൻ്റെ ബന്ധുക്കളുമായി സംസാരിച്ചു. തുടർന്ന് വിവാഹമോചനത്തിലേക്ക് എത്തുന്ന സാഹചര്യമൊക്കെ ഉരുത്തിരിഞ്ഞ് വരികയാണ്. അങ്ങനെ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച പല കാര്യങ്ങൾക്കും മഞ്ജു എന്തുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഒപ്പം പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ക്രോസിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ മഞ്ജുവിന് ഉണ്ടായിരുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പലപ്പോഴും മഞ്ജു ഇതിനോടൊക്കെ പ്രതികരിച്ചിരുന്നത് ഈ തരത്തിൽ തനിക്ക് ഓർമ്മയില്ല എന്നോ അല്ലെങ്കിൽ തനിക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ല എന്ന തരത്തിലൊക്കെയാണ് എന്നുള്ള ചില കാര്യങ്ങൾ കൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഈ ക്രോസിലെ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ മഞ്ജുവിൻ്റെ മൊഴി വിശ്വാസമെടുക്കാൻ കോടതി തയ്യാറാകാതിരുന്നത് എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായത്. അതുതന്നെയാണ് ദിലീപിന് വലിയ ആശ്വാസമാവുകയും ചെയ്തത്. അതായത് കോടതിക്ക് മുന്നിൽ വരുന്ന തെളിവുകൾ അത് വളരെ കൃത്യമായി തന്നെ കോടതിക്ക് ബോധ്യപ്പെടണം. ഒരു കുറ്റവാളി അല്ലെങ്കിൽ ഒരു പ്രതിയെ ശിക്ഷിക്കാനുള്ള കൃത്യമായ തെളിവുകളായി അത് മാറുകയും വേണം. അത് മഞ്ജുവിൻ്റെ മൊഴിയിലൂടെ അല്ലെങ്കിൽ മഞ്ജുവിന് കോടതിയെ വിശ്വസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ദിലീപിന് ഒരു പരിധിവരെ ഈ വിഷയത്തിൽ രക്ഷയായത് എന്നാണ് നമുക്ക് ഈ വിധിന്യായം വായിക്കുമ്പോൾ മനസ്സിലാകും. നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നതിന് പിന്നാലെ ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട് അതിജീവിത. കേസിൽ സർക്കാർ ഉടൻ അപ്പീൽ പോകുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പ്രതി മാർട്ടിന്റെ വീഡിയോയ്ക്കെതിരെ സർക്കാർ നടപടിയെടുക്കും. കേസിലെ അപ്പീൽ സാധ്യതകൾ വ്യക്തമാക്കുന്ന റിപ്പോർട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തയ്യാറാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി പ്രത്യേക അന്വേഷണ സംഘം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെയും ബോർഡ് അംഗങ്ങളുടെയും മൊഴിയെടുക്കും. അതിനിടെ സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരിയെ വീണ്ടും ചോദ്യം ചെയ്തു. 2 ജീവനക്കാരുടെയും മൊഴിയെടുത്തു. ഹൈക്കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി തന്നെ മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണ സംഘം അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ഭരണസമിതിയെ, ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ ഭരണസമിതിയെ, PS പ്രശാന്ത് നേതൃത്വം നൽകിയ ഭരണസമിതിയെ മൊഴിയെടുക്കുന്നതിനായി വിളിപ്പിക്കുന്നത് എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ മൊഴിയെടുക്കാനായി ഇവരെ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുമെന്നാണ് സൂചന. അതോടൊപ്പം ദേവസ്വം വിജിലൻസിലെ ചില ഉദ്യോഗസ്ഥരും SITയുടെ സംശയ ുണ്ട്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വർഷങ്ങളായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നാണ് SITയുടെ സംശയം. അതോടൊപ്പം ഈ ഉദ്യോഗസ്ഥരിൽ ചിലർ വിദേശയാത്രകൾ നടത്തിയതിന്റെ സൂചനകളും അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതടക്കമുള്ള ദിശകളിലേക്ക് കൂടി അന്വേഷണം നീളുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ഭരണസമിതിയുടെ സമയത്താണ് ഈ വിവാദങ്ങൾക്ക് കാരണമായ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതിന് ഈ കസ്റ്റോഡിയൻ 40 വർഷത്തേക്ക് ഈ അവിടുത്തെ എല്ലാ അറ്റകുറ്റപ്പണികളുടെയും കസ്റ്റോഡിയൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിരുന്നതിനാലാണ് അദ്ദേഹത്തിനത് കൈമാറിയത് എന്ന വിശദീകരണമായിരുന്നു നേരത്തെ PS പ്രശാന്ത് മാധ്യമങ്ങളോടക്കം
നടത്തിയത്. അതേസമയം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഇത്തരം ദ്വാരപാലക ശില്പവും അതോടൊപ്പം സ്വർണ്ണപ്പാളിയും അത് മറ്റ് എല്ലാ പ്രധാനപ്പെട്ട, അതായത് 3 തരത്തിൽ തട്ടിപ്പ് നടത്താൻ ഇടവരുന്ന തരത്തിൽ പ്രധാനപ്പെട്ട ശില്പങ്ങൾ കൊടുത്ത് വിടുന്നതിൽ ഗൂഢാലോചന നേരത്തെ തന്നെ നടന്നിരുന്നു എന്നാണ് SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൊടുത്തുവിടുന്നതിനിടയിലാണോ ഈ സ്വർണം ഉരുക്കി മാറ്റിയത്? അത് ബോധപൂർവമായ ഗൂഢാലോചനയുടെ ഫലമാണോ? കഴിഞ്ഞ ഭരണസമിതി അംഗങ്ങൾക്കോ അധ്യക്ഷനോ അത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിരുന്നോ? മിനിറ്റ്സിൽ കൃത്യമായി സ്വർണം പൂശിയ ചെമ്പ് എന്നുള്ളത് ചെമ്പെന്ന് മാത്രം രേഖപ്പെടുത്തിയതിന്റെ കാരണം എന്താണ്? ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് വിശദമായ പരിശോധന SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ഭരണസമിതിയിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക. അതിൽ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ കഴിഞ്ഞ ഭരണസമിതിയിലെ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതടക്കം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ നടക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മൊഴിയെടുക്കുന്നതിനായി വിളിപ്പിക്കും എന്നാണ് പറയുന്നത്. അത് ഒരു ചോദ്യം ചെയ്യലിന്റെ രൂപത്തിലേക്ക് മാറുമോ എന്നതിലാണ് ഇനിയൊരു ആകാംക്ഷ നിലനിൽക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ഭരണസമിതിക്കെതിരെയും വലിയ തരത്തിൽ ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ PS പ്രശാന്ത് നേതൃത്വം നൽകിയ ഭരണസമിതിയെ മൊഴിയെടുക്കാനോ ചോദ്യം ചെയ്യാനോ മറ്റൊരു നടപടികൾക്കുമായി പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരുന്നില്ല. അതേസമയം അന്വേഷണം ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് കഴിഞ്ഞ ഭരണസമിതിയെ കൂടി ചോദ്യം ചെയ്യാനുള്ള സുപ്രധാനമായ ഒരു തീരുമാനം SITയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ റിമാൻഡ് വീണ്ടും നീട്ടി. 14 ദിവസത്തേക്ക് കൂടി പത്മകുമാറിനെ റിമാൻഡ് ചെയ്തു. അതേസമയം ദ്വാരപാലക കേസിലും പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു. കട്ടളപ്പാളി കേസിൽ പത്മകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. പോറ്റിയെ കേറ്റിയെ എന്ന തെരഞ്ഞെടുപ്പ് ഗാനത്തിനെതിരെ പ്രതിഷേധം. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയാണ് അയ്യപ്പ ഭക്തിഗാനത്തെ അവഹേളിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രതിഷേധിച്ചത്. അയ്യപ്പ ഭക്തിഗാനത്തെ രൂപമാറ്റി ശരണം വിളിച്ചുകൊണ്ടുള്ള പാരഡി ഗാനം തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചത് ഭക്തരുടെ മനസ്സിനെ വേദനിപ്പിച്ചു. രാഷ്ട്രീയ ലാഭത്തിനായി അയ്യപ്പനെ ഉപയോഗിച്ചത് പ്രതിഷേധാർഹമാണെന്നും വിഷയത്തിൽ DGPക്ക് പരാതി നൽകിയെന്നും തിരുവാഭരണ സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല പറഞ്ഞു. പാർലമെന്റിന്റെ മുന്നിൽ കേരളത്തിലെ MP പോയിട്ട് അയ്യപ്പസ്വാമിയെ അവഹേളിക്കുന്ന ഈ പാരഡി ഗാനം അവിടെ നിന്ന് പാടുക എന്ന് പറയുന്നത് ലോകത്തിന്റെ മുന്നിൽ അയ്യപ്പസ്വാമിയെ പൂർണ്ണമായും അവഹേളിക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ കാണിച്ചത്. അതാണ് നമ്മളെ വേദനപ്പെടുത്തിയത്. കാരണം നമ്മൾ കേരളത്തിലെ ഈ ഒരു കൊച്ചു കേരളത്തിൽ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ഇലക്ഷൻ സമയത്തൊക്കെ ഈ പാട്ടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ പാടി പല ആളുകളും ഇതുകൊണ്ടൊക്കെ പ്രയോജനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനുമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവുമല്ല. പക്ഷേ ഇവിടെ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് അയ്യപ്പസ്വാമിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് ആ പാട്ടിനെ എത്രയും പെട്ടെന്ന് പിൻവലിക്കുക തന്നെ വേണം. അത് ഭക്തരുടെ മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മിണ്ടാതിരിക്കുന്ന ഉടനെ അത് ഈ രീതിയിൽ വീണ്ടും അത് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. ഈ കല്ലും മുള്ളും താണ്ടി നൊയമ്പും എടുത്ത് 41 ദിവസത്തെ വ്രതം എടുത്ത് വരുന്ന അയ്യപ്പ ഭക്തർക്ക് അത് നന്നായി വേദനിക്കും. ആ ഒരു സംഭവം കൊണ്ടാണ് ഇത് പരാതി കൊടുക്കാൻ തീരുമാനിച്ചത്. അതേസമയം ഗാനം മതവികാരം വ്രണപ്പെടുത്തുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. ഭക്തിഗാനങ്ങളെ ഇങ്ങനെ വികലമായി ഉപയോഗിക്കരുതെന്നും രാജു എബ്രഹാം പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിശദമായി പരിശോധിക്കാൻ LDF. ആദ്യം മുന്നണിയിലെ കക്ഷികൾ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും. അതിനുശേഷം ഇടതുമുന്നണി ചേർന്ന് ഫലം പരിശോധിക്കാനാണ് തീരുമാനം. മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം ഉണ്ടായില്ലെന്നും ജനങ്ങളുടെ പ്രതികരണം ആഴത്തിൽ പരിശോധിച്ച് തിരുത്തി മുന്നോട്ടു പോകുമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച നിലയിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങളിലുണ്ടായിട്ടുള്ള ഈ പ്രതികരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വിശദമായി പരിശോധിക്കാനും തെരഞ്ഞെടുപ്പിന്റെ ഫലം ആഴത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത്. വലിയ തോൽവി അംഗീകരിക്കുമ്പോഴും അതിന്റെ കാരണങ്ങൾ എന്ന കാര്യത്തിൽ വിശദമായ ചർച്ചകളിലേക്ക് കടക്കാൻ ഇടതുമുന്നണി നേതൃത്വം തയ്യാറായിട്ടില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് CPIയും ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് CPMും പറയുമ്പോൾ രണ്ട് പാർട്ടികളുടെ അഭിപ്രായങ്ങൾ മുഖവിലേക്കെടുക്കാൻ ഈ ഘട്ടത്തിൽ ഇടതുമുന്നണി നേതൃത്വം തയ്യാറല്ല. പകരം എല്ലാ ഘടകകക്ഷികളും, മുന്നണിയിലെ മുഴുവൻ കക്ഷികളും അവരുടെ പാർട്ടി യോഗങ്ങളിൽ തോൽവിയുടെ കാരണങ്ങൾ, തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യട്ടെ. അതിനുശേഷം മുന്നണി യോഗം ജനുവരി ആദ്യ വാരം ചേർന്ന് പരാജയത്തിന് യഥാർത്ഥ കാരണങ്ങൾ പരിശോധിക്കുമെന്നാണ് മുന്നണി കൺവീനർ വ്യക്തമാക്കുന്നത്. വേണ്ട തിരുത്തലുകൾ വരുത്തും. തോൽവി അംഗീകരിക്കുന്നു, ജനവിധി മാനിക്കുന്നു, ഏതെങ്കിലും തരത്തിലുള്ള ജനവിധി മറികടക്കാനുള്ള എന്തൊക്കെ നടപടികളാണ് ചെയ്യേണ്ടതെന്ന് ഈ റിവ്യൂ അവലോകന യോഗത്തിൽ തീരുമാനിക്കുമെന്നാണ് മുന്നണി കൺവീനർ പറയുന്നത്. എന്നാൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ
വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല, ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായിട്ടില്ല, അതുപോലെ തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായി കേന്ദ്രീകരിച്ചിട്ടുമില്ല. ഈ 3 നിലപാടുകളും തള്ളുന്ന അഭിപ്രായമാണ് CPIയുടെ നേതൃയോഗത്തിൽ ഉണ്ടായത്. CPI സംസ്ഥാന ശക്തമായ ഭരണവിരുദ്ധ വികാരം അത് ഏറിയും കുറഞ്ഞും പല സ്ഥലങ്ങളിലും ഉണ്ടായെന്ന് അംഗീകരിക്കുന്നു. അത് തിരുത്താൻ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു. മാത്രമല്ല, ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് UDF അനുകൂലമായി കേന്ദ്രീകരിച്ചു. അതിന് പ്രധാന കാരണം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയാണെന്ന് കൂടി CPI വിലയിരുത്തുന്നു. മറ്റൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അതും വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് തന്നെയാണ് CPI പറയുന്നത്. ഈ 3 നിലപാടുകളിലും 2 പാർട്ടികൾ തമ്മിൽ അഭിപ്രായ ഭിന്നത ശക്തമാണ്. ഏതായാലും ആ ഒരു സാഹചര്യത്തിൽ കൂടിയാകണം ഇടതുമുന്നണി യോഗം ആ വിഷയങ്ങളിലേക്ക് ചർച്ച കടക്കാത്തത്. പകരം പാർട്ടികളോട് അവരുടെ യോഗങ്ങളിൽ ചർച്ച ചെയ്ത ശേഷം പിന്നീട് നിലപാട് തീരുമാനിക്കാം. വലിയ തിരിച്ചടി ഉണ്ടായെന്ന ഒരു പൊതുവികാരം മുന്നണി യോഗത്തിനും മുന്നണി നേതൃത്വത്തിനുമുണ്ട്. അതെങ്ങനെ മറികടക്കുമെന്ന ചർച്ചകളാണ് ഇടതുമുന്നണിയിൽ നടക്കാൻ പോകുന്നത്. മാത്രമല്ല, ഈ തിരിച്ചടി മറികടക്കാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ മുന്നണിക്ക് മുന്നിൽ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഗൌരവതരത്തിലുള്ള നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം മുന്നണിയിൽ ശക്തമാണ്. ഏതായാലും ജനുവരി ആദ്യം ചേരുന്ന ഇടതുമുന്നണി യോഗത്തിലാകും ഇത് സംബന്ധിച്ച കൃത്യമായൊരു മറുപടി. എവിടെ എന്തുകൊണ്ട് തോറ്റു? സർക്കാർ വലിയ ക്ഷേമപ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നൊക്കെ പറയുമ്പോഴും എന്നിട്ടും എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിന് വേണം ഇടതുമുന്നണി മറുപടി കണ്ടെത്തേണ്ടത്. എങ്ങനെ ആ പരാജയം മറികടക്കുമെന്നതിന്റെ വഴികളാണ് ഇടതുമുന്നണി തേടാനിരിക്കുന്നത്. UDF വിപുലീകരണ ചർച്ചകൾ സജീവമായിരിക്കെ മുന്നണി മാറ്റം തള്ളി കേരള കോൺഗ്രസ് എം. LDFിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി നിലപാട് വ്യക്തമാക്കി. പാലായിലടക്കം തിരിച്ചടി ഉണ്ടായെന്ന് വിലയിരുത്താനാകില്ലെന്നും സംഘടനാപരമായി ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചെന്നുമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട്. ജോസഫ് ഗ്രൂപ്പിനെ പരിഹസിച്ച ജോസ് കെ മാണി കടുത്തുരുത്തിയിലും തൊടുപുഴയിലും എന്താണ് അവരുടെ അവസ്ഥയെന്ന ചോദ്യവും ഉയർത്തി. ഞാൻ എൻ്റെ നിലപാട് നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റ നിലപാടാണ്, അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്. ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് ശേഷം MV ഗോവിന്ദൻ CPMിലെ സംസ്ഥാന സെക്രട്ടറി 2 തോൽവികളാണ്, 2 പ്രദേശങ്ങളിലെ തോൽവികളാണ് എടുത്തു പറഞ്ഞത്. അതിലൊന്ന് മലപ്പുറത്തെ വലിയ തിരിച്ചടിയാണ്, മറ്റൊന്ന് മധ്യ തിരുവിതാംകൂറിലെ തോൽവിയാണ്. മധ്യ തിരുവിതാംകൂറിൽ ഇടതുമുന്നണി ചരിത്ര വിജയം നേടിയത് 2020 ജോസ് കെ മാണി LDFിനൊപ്പം വന്നതിനു ശേഷമാണ്. ഇപ്പോഴും അവർ ഉണ്ട്, പക്ഷേ ആ സാഹചര്യത്തിലും വലിയ തിരിച്ചടി അവിടെ ഉണ്ടായിരിക്കുന്നു. അത് പ്രത്യേകം പരിശോധിക്കുമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഈ സാഹചര്യങ്ങളിലാണ് UDF ജോസ് കെ മാണിയുടെ പാർട്ടിയെ അവരിലേക്ക് ക്ഷണിക്കുന്നത്. മുസ്ലിം ലീഗും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരും ജോസ് കെ മാണിക്ക് UDFിലേക്ക് വരാം എന്ന ഒരു സന്ദേശം നൽകുന്നത്. ഏതായാലും ജോസ് കെ മാണി അത് തള്ളിക്കളയുകയാണ്. അത്തരമൊരു നീക്കത്തിനും തങ്ങളില്ല. ഇടതുമുന്നണി തങ്ങൾ പൂർണ്ണ തൃപ്തരാണ്. മാത്രമല്ല, പാലാ നഗരസഭ ചരിത്രത്തിലാദ്യമായി നഷ്ടപ്പെട്ടുവെങ്കിൽ പോലും അവിടെയും അവരുടെ സീറ്റുകൾ, കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞുവെന്ന അവകാശവാദമാണ് ജോസ് കെ മാണി മുന്നോട്ട് വയ്ക്കുന്നത്. മുന്നണിക്ക് പൊതുവിൽ സംസ്ഥാനത്തിന്റെ തിരിച്ചടിയുടെ ഭാഗമായി അവിടെയും ഇടതുമുന്നണിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ജോസഫ് ഗ്രൂപ്പ് ജോസ് കെ മാണി UDFിലേക്ക് വരുന്നതിനെ അല്ലെങ്കിൽ ആ ക്ഷണം പോലും ജോസഫ് ഗ്രൂപ്പിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ജോസ് കെ മാണി ആകട്ടെ ജോസഫ് ഗ്രൂപ്പിനെ പരിഹസിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പാലയിൽ മികച്ച നേട്ടം പാർട്ടി എന്ന രീതിയിലെങ്കിലും കേരള കോൺഗ്രസ് എമ്മിനുണ്ടായപ്പോൾ എന്താണ് തൊടുപുഴയിലെ സ്ഥിതി, എന്താണ് കടുത്തുരുത്തിയിലെ സ്ഥിതി എന്ന ചോദ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പരുന്തിന്റെ മുകളിൽ ഇരിക്കുന്ന കുരുവിയുടെ അവസ്ഥയാണ് ജോസഫ് ഗ്രൂപ്പിനെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിഹാസം കൂടി ജോസ് കെ മാണിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. പിന്നെ വാരിക്കോഴി ഇങ്ങനെയൊക്കെ നമുക്ക് അവകാശിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ പരുന്തിന്റെ പുറത്തിരിക്കുന്ന കുരുവിയെപ്പോലെയാണ് പറഞ്ഞ മനസ്സിലായി. ആ അവസ്ഥയാണ് അവർക്കുള്ളത്. പിന്നെ കോൺഗ്രസ് എന്തെങ്കിലും കൊടുത്താൽ അത് മേടിച്ചെടുക്കും, അതൊക്കെ ഉള്ളൂ. ഏതായാലും ഉടൻ മുന്നണി മാറ്റത്തിനെന്ന ശക്തമായ സന്ദേശം തന്നെയാണ് ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മും നൽകുന്നത്. ഇടതുമുന്നണിക്കൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരും. മറ്റെല്ലാ അഭ്യൂഹങ്ങളെയും തള്ളിക്കളയുകയാണ് കേരള കോൺഗ്രസ് എം. UDF വിപുലീകരണവുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടിയെയും ഉന്നമിട്ട് ചർച്ച നടക്കുന്നില്ലെന്ന് കെ മുരളീധരൻ. ആദ്യം മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യും. വിപുലീകരണം വേണമെന്ന പൊതു അഭിപ്രായമുണ്ട്. ഏത് രീതിയിൽ വേണമെന്നുള്ളത് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും പാർട്ടിയെ ഉന്നമിട്ടുകൊണ്ടൊന്നുമല്ല. മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കണം എന്നൊരു ആശയമുണ്ട്. അത് മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കും. അല്ല, നിലവിലുള്ള സഖ്യം തന്നെ പര്യാപ്തമാണെങ്കിലും ഒന്നും കൂടെ വിപുലീകരിക്കുന്ന നല്ലതാണെന്നുള്ള അഭിപ്രായം പൊതുവായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കും.
ഭരണവിരുദ്ധ വികാരമുണ്ടായതായി ഒരു വേദിയിലും ചർച്ച ചെയ്തിട്ടില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വോട്ടിംഗ് പാറ്റേണിനെ ഭരണവിരുദ്ധ വികാരമായി കാണാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഒരു കാര്യത്തിലും ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നില്ല. മന്ത്രിസഭയിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഐകകണ്ഠേനയാണ്. LDFന് ഹിമാലയൻ പരാജയം ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായതായി ഒരു വേദികളിലും ഇടതുപക്ഷത്തിന്റെ ഒരു വേദികളിലും ചർച്ച ചെയ്തതായിട്ട് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഭരണവിരുദ്ധ വികാരമായി വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുകയില്ല. ഒരു ഏകപക്ഷീയമായ കാര്യങ്ങളും മുഖ്യമന്ത്രി തീരുമാനം എടുക്കുന്നില്ല. ഇപ്പോൾ രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള കാര്യം എനിക്കറിയാം. മന്ത്രിസഭയിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഏകണ്ഠമായിട്ടാണ് എടുക്കുന്നത്. ഒരു തീരുമാനങ്ങൾ പോലും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞുകൊണ്ട് എടുത്തിട്ടില്ല. അപ്പോൾ അതെല്ലാം തെറ്റായ വാർത്തകളാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള പ്രചരണം മാത്രമായി കാണാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഭരണവിരുദ്ധ വികാരം ഒരു സ്ഥലത്തും നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയും. ഹിമാലയം പരാജയമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ചെറിയൊരു പരാജയം ഉണ്ടായിട്ടുണ്ട്. ആ പരാജയം തെറ്റ് തിരുത്തി എന്താണെന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകും. നമ്മുടെ ബന്ധപ്പെട്ട കമ്മിറ്റികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെല്ലാം ചേർന്നുകൊണ്ട് വസ്തുതാപരമായി തന്നെ പരിശോധിച്ച് കൂടുതൽ ശക്തിയോടുകൂടി തന്നെ മുന്നോട്ട് പോകും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച നേട്ടത്തിന് പിന്നാലെ പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കാൻ കോൺഗ്രസ്. KPCC സെക്രട്ടറിമാരുടെയും DCC അധ്യക്ഷന്മാരുടെയും പട്ടിക ഉടൻ പ്രഖ്യാപിക്കും. KPCC നേതൃത്വവുമായി ഹൈക്കമാൻഡ് നടത്തിയ കൂടിക്കാഴ്ചയിൽ പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കാൻ ധാരണയായി. എന്നാൽ തലസ്ഥാനത്ത് N ശക്തന് പകരക്കാരനെ കണ്ടെത്തുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ശേഷിക്കുന്ന പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ സമയം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന സമയമാണെന്ന തിരിച്ചറിവിലാണ് എത്രയും പെട്ടെന്ന് തന്നെ പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിലാണ് അന്തിമ ചിത്രം തെളിഞ്ഞിരിക്കുന്നത് എന്ന വിവരങ്ങളാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് KPCC സെക്രട്ടറിമാരുടെയും DCC അധ്യക്ഷന്മാരുടെയും പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം അടക്കം എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ 100 പേർക്ക് മുകളിലുള്ള ഒരു KPCC സെക്രട്ടറിമാരുടെ പട്ടികയായിരിക്കും പ്രഖ്യാപിക്കുക എന്നാണ് സൂചന. ഒരുപക്ഷെ 100-നും 120-നും ഇടയിൽ സെക്രട്ടറിമാർ ആ പട്ടികയിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം DCC അധ്യക്ഷന്മാരുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ മറ്റ് ജില്ലകളിലൊക്കെ തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടെങ്കിലും തിരുവനന്തപുരത്ത് N ശക്തൻ സ്ഥാനമൊഴിയുന്നു. അദ്ദേഹം അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചതാണ്. പക്ഷേ തൽക്കാലത്തേക്ക് തുടരാൻ നേതൃത്വം തന്നെ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയായിരുന്നു. അതേസമയം തിരുവനന്തപുരം DCC അധ്യക്ഷൻ ശക്തന് പകരക്കാനായി ആര് വേണമെന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചെമ്പഴന്തി അനിലിന് വേണ്ടി ശക്തമായ വാദമാണ് ഉന്നയിക്കുന്നത്. അതിനെ എതിർത്തുകൊണ്ട് മറ്റു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നതാണ് തിരുവനന്തപുരത്ത് DCC അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ ഒരു അനിശ്ചിതത്വത്തിന് കാരണം. എന്തായാലും ആ തർക്കങ്ങൾ ഉടൻ പരിഹരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പുനഃസംഘടനാ നടപടികൾ പൂർത്തിയാക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം കിടക്കുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കുക, അതായത് അതത് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ഈ KPCC ഭാരവാഹികളുടെ ചുമതല നൽകി അവരുമായി ബന്ധപ്പെട്ട് ആ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാനുള്ള ഒരു നീക്കം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിന്റെ ഭാഗമായാണ്, അതിന് മുന്നോടിയായിട്ടാണ് പുനഃസംഘടനാ നടപടികൾ എത്രയും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം KPCC നേതൃത്വവുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ ചർച്ച നടത്തുകയും പുനഃസംഘടന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തതെന്നാണ് സൂചന. BJP ആദ്യമായി ഭരണം പിടിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര് മേയറാകുമെന്നതിൽ തീരുമാനമായില്ല. ചർച്ചകളിലേക്ക് കൂടുതൽ പേരുകൾ കടന്നുവരികയാണ്. VV രാജേഷിനും R ശ്രീലേഖയ്ക്കും പുറമെ കരമന അജിത്തും പരിഗണനയിലുണ്ട്. ചരിത്രം സൃഷ്ടിച്ചാണ് BJP തലസ്ഥാന ഭരണം പിടിച്ചത്. അതിന്റെ ആരാണ് ആ കൗൺസിൽ നയിക്കാൻ എന്ന കാര്യത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി മുന്നോട്ട് പോകുന്നത്. BJPയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ VV രാജേഷ് കൊടുങ്ങാനൂർ വാർഡിൽ നിന്നാണ് വിജയിച്ചത്. രാജേഷിനെ തന്നെ മേയറാക്കാനുള്ള ചർച്ചകളാണ് സജീവം. മുതിർന്ന നേതാവാണ്, BJPയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, നേരത്തെ പൂജപ്പുര കൗൺസിലറായിരുന്നു. അതിശക്തമായ പ്രതിപക്ഷമായി കോൺഗ്രസും CPM-ഉം ഇത്തവണ തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ കൗൺസിലിനെ നയിക്കാൻ ചെറിയ ഒരു കേവല ഭൂരിപക്ഷം പോലും ഇല്ലാത്ത ഒരു സംഘത്തെയാണ്, ഒരു ടീമിനെയാണ് നയിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ VV രാജേഷിനെ പോലെ രാഷ്ട്രീയത്തിൽ പരിചയമുള്ള ഒരു നേതാവിനെ തന്നെ വേണമെന്ന അഭിപ്രായമാണ് BJP പ്രബലം. RSSന്റെ പിന്തുണയും VV രാജേഷിന്. അതുകൊണ്ട് തന്നെ VV രാജേഷ് മേയറാകാനുള്ള സാധ്യത ഏറെയും.
പക്ഷേ മുൻ DGP കൂടിയായ ആർ ശ്രീലേഖയെ മത്സരിപ്പിച്ചത് തന്നെ മേയർ പദവിയിലേക്ക് പരിഗണിക്കുമെന്ന ഉറപ്പ് ദേശീയ നേതൃത്വം നൽകിയെന്ന തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ശ്രീലേഖയെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുമെന്നാണ് BJP നേതൃത്വത്തെ കുഴക്കുന്ന ചോദ്യം. അമിത്ഷാ അടക്കമുള്ള ദേശീയ നേതാക്കളുടെ കൂടി ഉറപ്പോടുകൂടി വാഗ്ദാനം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീലേഖ മത്സരിക്കാൻ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ മേയറാക്കിയില്ലെങ്കിൽ ശ്രീലേഖയുടെ ഭാഗത്ത് നിന്ന് സമീപനം ഉണ്ടാകുന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. പക്ഷേ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ഇത്തവണ വനിതാ സംവരണമാണ് തിരുവനന്തപുരം നഗരസഭയിൽ. ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയറായി കൊണ്ടുവരികയും അതിനുശേഷം വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിപ്പിക്കാവുന്ന സാധ്യതകളുമാണ് BJP നേതൃത്വം തേടുന്നത്. രാജേഷ് അല്ലെങ്കിൽ മറ്റു പേരുകൾ കൂടി പരിഗണനയിൽ മേയർ സ്ഥാനത്തേക്കുള്ളത്. കരമന അജിത്ത് തുടർച്ചയായി 3 തവണ വിജയിച്ച, അതും CPM-ന്റെ കോട്ടയം എന്നറിയപ്പെടുന്ന നെടുങ്കാട് നിന്ന് കഴിഞ്ഞ തവണ വിജയിച്ചു. തവണ വീണ്ടും കരമനയിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച കരമന അജിത്തിനെ മേയറാക്കാനുള്ള സാധ്യതയും BJP പരിഗണിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് മറ്റു ചില പേരുകൾ കൂടി, അതായത് MR ഗോവൻ അടക്കമുള്ള പേരുകൾ കൂടി BJP പരിഗണിക്കുന്നത്. ഏതായാലും 21-ാം തീയതി ഞായറാഴ്ചയാണ് കൗൺസിലിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. അതിനുശേഷം നോട്ടിഫിക്കേഷൻ ഉണ്ടാകും എന്നാണ് അധ്യക്ഷ സ്ഥാന തെരഞ്ഞെടുപ്പ്. അപ്പോഴത്തേക്ക് മാത്രം മേയറുടെ കാര്യം തീരുമാനം മതി. RSSന്റെ തീരുമാനം പ്രധാനമാണ്. ദേശീയ നേതൃത്വത്തിന്റെ കൂടി അനുമതിയോടുകൂടിയാകും BJP മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ഇപ്പോൾ മുൻഗണനയുള്ള പേര് VV രാജേഷിനാണ്. ഒപ്പം ശ്രീലേഖയും അതുപോലെ തന്നെ കരമന അജിത്തിനെ പോലുള്ള നേതാക്കളെയും BJP പരിഗണിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ 2 സീറ്റുകളിലുണ്ടായ അപ്രതീക്ഷിത തോൽവി പരിശോധിക്കുമെന്ന് കെ മുരളീധരൻ. കോർപ്പറേഷനിൽ ജനവിധി അട്ടിമറിക്കാനില്ല, ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനുമില്ല. എന്നാൽ CPM ഇപ്പോഴും പരാജയം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ച 2 സീറ്റുകൾ നഷ്ടപ്പെട്ടു. വെള്ളറടയും മലയങ്കീഴും, അത് 2 സീറ്റിൻ്റെ അതുകൊണ്ടാണ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത്. ഏതായാലും കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പാളിച്ചത് പറ്റിയത് എന്ന് പരിശോധിക്കുന്നുണ്ട്. ജനവിധി അട്ടിമറിക്കാൻ ഞങ്ങളില്ല, ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിനും ഞങ്ങളില്ല. CPM ഇപ്പോഴും പരാജയം അംഗീകരിക്കുന്നില്ല. കൂടുതൽ തെറ്റിലേക്ക് ആ പാർട്ടി നീങ്ങുകയാണ്. അവരെ തിരുത്താൻ ആരെക്കൊണ്ടും കഴിയാത്ത അവസ്ഥയാണ്. CPI പറഞ്ഞാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ഭരണത്തിൻ്റെ അഴിമതിയും ക്യാപ്റ്റനും തകരാറാണ്. ഞാൻ പറഞ്ഞില്ല, ക്യാപ്റ്റനാണ് തകരാറ്. കൊച്ചി കോർപ്പറേഷനിലെ മേയർ സ്ഥാനത്തിനായി ചരടുവലി. സാമുദായിക നേതാക്കളെ ഉപയോഗിച്ച് പദവി ഉറപ്പിക്കാനാണ് നീക്കം. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ്, VK മിനിമോൾ, ഷൈനി മാത്യു എന്നിവരാണ് മേയർ സ്ഥാനത്തിനായി നീക്കം സജീവമാക്കിയത്. കൊച്ചിയിലെ മേയർ സ്ഥാനാർത്ഥികളായി കണ്ടിരുന്ന 3 വനിതകളും ജയിച്ചു കയറി വന്നത് UDF-നും കോൺഗ്രസിനെ ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന സാഹചര്യമാണ്. ദീപ്തി മേരി വർഗീസ് ആകട്ടെ KPCC ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടത്തിൽ സംഘടനാപരമായ ചുമതല കൂടുതലുള്ള നേതാവ് എന്നുള്ളത് ദീപ്തി മേരി വർഗീസിന് സാധ്യതയേറെയാണ്. അതുമാത്രമല്ല, സംസ്ഥാനത്തെ നേതാക്കളും ഈ ദീപ്തി മേരി വർഗീസിന്റെ പേരാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്റ്റേഡിയം വാർഡിൽ നിന്നാണ് ദീപ്തി മേരി വർഗീസ് ജയിച്ചിട്ടുള്ളത്. വനിതാ സംവരണമാണ് കൊച്ചി മേയർ സ്ഥാനത്തേക്കുള്ളത്. അതുപോലെ തന്നെ VK മിനിമോൾ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. VK മിനിമോളും ഈ സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ പരിഗണിക്കപ്പെട്ടിരുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ ഫോർട്ട് കൊച്ചിയിലെ നിന്ന് ജയിച്ചിട്ടുള്ള ഷൈനി മാത്യുവും മേയർ സ്ഥാനത്തേക്ക് ശ്രമിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ദീപ്തി മേരി വർഗീസിന്റെയും മിനിമോളിന്റെയും ഇടവക ഒന്നായതുകൊണ്ട് തന്നെ സാമുദായിക സഭാക്കളൊന്നും അത്ര കണ്ട് വിലപ്പോകുന്ന സാഹചര്യം ഇല്ല. എന്നിരുന്നാൽ പോലും സാമുദായിക നേതാക്കളെ വെച്ച് ഇരുവരും ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഷൈനി മാത്യുവും തന്റേതായ രീതിയിൽ ഈ മേയർ സ്ഥാനം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സാമുദായിക സമവാക്യങ്ങൾ ആപ്ലിക്കബിൾ അല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതേസമയം ഡെപ്യൂട്ടി മേയർ സ്ഥാനമാണ് കൂടുതൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നത്. KVP കൃഷ്ണകുമാർ, ദീപക് ജോയ്, അതുപോലെ VK സുധീർ, ഈ 3 പേരാണ് ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നത്. സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പോക്ക് അങ്ങനെ തന്നെയാണെന്ന് അറിയുന്നത്. അതേസമയം ലീഗും ഇതുമായി ബന്ധപ്പെട്ട ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിയെ ലീഗിന് വേണം എന്നുള്ള ഒരു നീക്കത്തിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അവർക്ക് 3 കൗൺസിലർമാരാണ് ലീഗിന് ജയിച്ചിട്ടുള്ളത്. കൗൺസിലർമാരുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് പക്ഷെ ലീഗിന്റെ ആവശ്യം പരിഗണിക്കാനുള്ള സാധ്യത തുച്ഛമാണ്. എന്നിരുന്നാൽ പോലും വളരെയേറെ പ്രതിസന്ധിയിലാണ് കൊച്ചിയിലെ കോൺഗ്രസ് നേതൃത്വം. DCC ഇതുമായി ബന്ധപ്പെട്ട് ഈ 21-ാം തീയതി സത്യപ്രതിജ്ഞ നടത്തുന്നതിന് മുൻപ് തന്നെ മേയറെയും ഡെപ്യൂട്ടി മേയറെയും പരിഗണിക്കാമെന്നുള്ള നീക്കത്തിൽ തന്നെ ആണെങ്കിൽ പോലും അതിനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഈ പ്രതിസന്ധി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നിരുന്നാൽ പോലും ഈ നേതാവ്, അതായത് കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ, കോൺഗ്രസ് ഭാരവാഹിത്വം വഹിക്കുന്ന ആൾ എന്നുള്ള നിലയിലും ദീപ്തി മേരി വർഗീസുള്ള സാധ്യത
ഏറുകയാണ് എന്നാണ് വിലയിരുത്തൽ. മിനിമോളും തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. മിനിമോളെയും നേരത്തെ മേയർ സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് പരിഗണിച്ചിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിലൂടെ അത്തരമൊരു പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കും എന്നുള്ള ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം UDF. CPM ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ഏക കോർപ്പറേഷനായ കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥി ആരെന്ന് നാളെ അറിയാം. ജില്ലാ LDF യോഗത്തിന് ശേഷമാകും പ്രഖ്യാപനം. O സദാശിവൻ, K രാജീവ്, S ജയശ്രീ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിൽ. അപ്രതീക്ഷിത പേരുകൾ കടന്നുവരാനും സാധ്യതയുണ്ട്. നിലവിലെ കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S ജയശ്രീ, തടമ്പാട്ട് താഴത്തു നിന്നുള്ള കൗൺസിലറായ O സദാശിവൻ, ഒപ്പം ബേപ്പൂരിൽ നിന്നുള്ള കൗൺസിലറായ P രാജീവ് എന്നിവരെയാണ് CPM മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഇതിൽ S ജയശ്രീയെ കഴിഞ്ഞ വർഷം മേയർ സ്ഥാനത്തേക്ക് CPM പരിഗണിച്ചിരുന്നതാണ്. പക്ഷേ അവസാന ഘട്ടത്തിലാണ് ബീന ഫിലിപ്പ് ചെയർപേഴ്സണായി മാറിയത്. കഴിഞ്ഞ വർഷവും ഈ വർഷവും 2 തവണയും വനിതാ മേയർമാരെ തന്നെ നിയോഗിക്കണമോ എന്ന കാര്യത്തിലും CPM ആലോചനകൾ നടത്തും. അങ്ങനെയെങ്കിൽ O സദാശിവനും P രാജീവിനുമാണ് കൂടുതൽ സാധ്യത. നിലവിലെ കക്ഷി നേതാവ് O സദാശിവനാണ്. പക്ഷേ മന്ത്രി മുഹമ്മദ് റിയാസുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ആളാണ് P രാജീവ്. അതുകൊണ്ട് ആ അടുപ്പം ഒരു ഗുണകരമായി മാറുമോ എന്നതാണ് കാണേണ്ടത്. കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രാഥമികമായ ചില ചർച്ചകൾ നടത്തിയെങ്കിലും വിശദമായ ഒരു ചർച്ച ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. വിശദമായ ചർച്ച പാർട്ടിക്കുള്ളിൽ നടത്തി സംസ്ഥാന ഘടകത്തിന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകും. തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നാളെ നടക്കുന്ന LDF യോഗത്തിൽ ഈ തീരുമാനം പ്രഖ്യാപിക്കും എന്ന ഒരു സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും വളരെ വലിയ വിജയം പ്രതീക്ഷിച്ച ഒരു കോർപ്പറേഷനാണ് കോഴിക്കോട്. പക്ഷേ അർഹിക്കുന്ന വിജയം ലഭിച്ചില്ല എന്ന ഒരു വിലയിരുത്തലാണ് ഉള്ളത്. ഒപ്പം പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുസാഫിർ അഹമ്മദിൻ്റെ ഞെട്ടിക്കുന്ന തോൽവിയും പാർട്ടി വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുതിർന്ന ആളുകളെ അണിനിരത്തിയുള്ള ഒരു പോരാട്ടം ഇനി നടത്തണോ, അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിലേക്ക് പരമാവധി ആളുകളെ അല്ലെങ്കിൽ ജൂനിയറായ ആളുകളെ എത്തിക്കണമോ എന്നൊരു ചർച്ചകളും നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു മേയറെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. നവാഗത കൗൺസിലറുമായ സന്ദേശം അടക്കമുള്ളവരുടെ പേരുകളും ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. നേരത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആര്യ രാജേന്ദ്രനെ മേയറായി അണിനിരത്തിയ ഒരു ഞെട്ടിക്കുന്ന നീക്കം CPM നടത്തിയിരുന്നു. എന്തായാലും അത്തരത്തിലൊരു രീതിയിലേക്ക് പോകുമോ എന്ന ഒരു ആകാംക്ഷ രാഷ്ട്രീയ വൃത്തങ്ങളിലുണ്ട്. പക്ഷേ നൂൽപാലത്തിലൂടെയാണ് ഇത്തവണത്തെ ഭരണം കടന്നു പോകുന്നത്. വ്യക്തമായ ഭൂരിപക്ഷം കോർപ്പറേഷനിൽ CPM ഇല്ലാത്ത ഒരു സാഹചര്യം, UDFൻ്റെയും BJPയുടെയും അംഗബലം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് കൂടുതൽ പരിചയമുള്ള ഒരാളെ തന്നെ മേയറായി നിയോഗിക്കണമോ എന്ന കാര്യവും ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് CPM അറിയിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് 26, 27 തീയതികളിൽ. നഗരസഭാ ചെയർപേഴ്സൺ, മേയർ തെരഞ്ഞെടുപ്പ് 26 രാവിലെ 10:30 നടക്കും. ഡെപ്യൂട്ടി മേയർ, ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 2:30. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് 27-നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് മാറ്റിവെച്ച വാർഡുകളിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ്, മലപ്പുറം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായമ്പാടം വാർഡ്, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ വാർഡ് എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ മരിച്ചതിനെ തുടർന്ന് മാറ്റിവെച്ചത്. മസാല ബോണ്ടിൽ കിഫ്ബിക്ക് ആശ്വാസം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കിഫ്ബിക്ക് അയച്ച കാരണം കാണിക്കൽ നോട്ടീസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 3 മാസത്തേക്കാണ് സ്റ്റേ. കിഫ്ബിയുടെ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി ഇഡിക്ക് നോട്ടീസ് അയച്ചു. മസാല ബോണ്ടിൽ ഇഡി നോട്ടീസ് സ്റ്റേ ചെയ്ത കോടതി വിധി സ്വാഗതം ചെയ്ത മുൻമന്ത്രി തോമസ് ഐസക് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്തിനെന്ന് പറയാൻ പോലും ഇഡിക്ക് സാധിച്ചില്ലെന്നും ഇഡിയെ ഇവിടെ ആർക്കും പേടിയില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു. ഹൈക്കോടതിയിൽ നീണ്ട നേളായിട്ട് കേസ് നടക്കുന്നുണ്ട്. എന്ത് സംബന്ധിച്ച് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യുന്നത്? അതറിയാനുള്ള അവകാശം എനിക്കുണ്ട് എന്നാണ് നിലപാട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എന്തിനു വേണ്ടിയാണ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതെന്ന് പറയാൻ ഇഡിക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ ഒരു തീർപ്പുണ്ടാക്കി, ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ അവസാനിച്ചു, നിങ്ങൾ ഹാജരാവണ്ട, ഇനി ഞങ്ങളുടെ അഡ്ജുഡിക്കേറ്ററുടെ മുന്നിൽ വന്ന് വിശദീകരണം നൽകണം എന്നും പറഞ്ഞൊരു ചാർജ് ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരായിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നീതി ലഭിച്ചെന്നുള്ളതാണ് ഞങ്ങളുടെ
നിലപാട്. ബാക്കി ഇനി കോടതി തന്നെ വിധിക്കട്ടെ എന്താന്നുള്ളത്. ഏതായാലും ഒരു കാര്യം മീഡിയയോട് പറയാം, നിങ്ങളെ പേടിയില്ല കേട്ടോ. അങ്ങനെ അങ്ങ് വരട്ടാനൊന്നും നോക്കണ്ട. ഇവിടെ ആർക്കും നിങ്ങളെ പേടിയില്ല. ടിക്കറ്റ് വരുമാനത്തിൽ സർവകാല റെക്കോർഡുമായി KSRTC. ഇന്നലെയാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിദിന ടിക്കറ്റ് വരുമാന നേട്ടമായ 10.77 കോടി നേടിയത്. ടിക്കറ്റ് ഇതര വരുമാനം 0.76 കോടി രൂപ ഉൾപ്പെടെ 11.53 കോടി രൂപയാണ് ഇന്നലെ നേടിയത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 8.57 കോടി രൂപയായിരുന്നു ടിക്കറ്റ് വരുമാനം. IFFK സ്ക്രീനിംഗിനിടെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ രഹസ്യമൊഴി നൽകി അതിജീവിത. IFFKയിലെ ജൂറി അംഗമായ ചലച്ചിത്ര പ്രവർത്തകയാണ് മജിസ്ട്രേറ്റിന് മുൻപിൽ രഹസ്യമൊഴി നൽകിയത്. കേസിൽ കന്റോൺമെന്റ് പോലീസ് വൈകാതെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കും. ന്യൂസ് 8 എക്സ്ക്ലൂസീവ്. IFFK സ്ക്രീനിംഗിനിടെ സംവിധായകനും ജൂറി അംഗവുമായ PT കുഞ്ഞുമുഹമ്മദ് മോശമായി പെരുമാറിയെന്ന് വ്യക്തമാക്കി കഴിഞ്ഞ മാസം അവസാനമാണ് IFFK ജൂറി അംഗമായ ചലച്ചിത്ര പ്രവർത്തക മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാതി പോലീസിന് കൈമാറുകയായിരുന്നു. അതിജീവിതയുടെ മൊഴിയെടുത്ത ശേഷം കഴിഞ്ഞ 8-ാം തീയതിയാണ് കന്റോൺമെന്റ് പോലീസ് കേസിൽ FIR രജിസ്റ്റർ ചെയ്തത്. പോലീസിന്റെ അന്വേഷണം തുടരുന്നതിനിടെയാണ് ചലച്ചിത്ര പ്രവർത്തക ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസം രഹസ്യമൊഴി നൽകിയത്. പരാതിക്ക് നിയമസാധുത കൈവന്ന പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യലടക്കമുള്ള തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. IFFK സ്ക്രീനിംഗ് നടക്കുന്നതിനിടെ തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ ഹോട്ടലിൽ വെച്ച് സംവിധായകൻ കുഞ്ഞുമുഹമ്മദ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് അതിജീവിതയുടെ പരാതി. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ സ്വകാര്യത ലംഘിച്ചെന്ന പരാതിയിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. ജാമ്യാപേക്ഷ ഈ മാസം 18-ന് കോടതി പരിഗണിക്കും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുക. IFFKയിലെ സിനിമകളുടെ വിലക്ക് ബോധപൂർവമെന്ന് മന്ത്രി സജി ചെറിയാൻ. ആരെയാണ് ഇവർ ഭയപ്പെടുന്നത്? അടുത്ത തവണ മേള നടക്കുമോ എന്നും ആശങ്ക. സിനിമകളുടെ പേരുകളോട് പോലും അസഹിഷ്ണുത വളർന്നു വരുന്ന വർഗീയതയുടെയും ഫാസിസ്റ്റ് മനോഭാവത്തിന്റെയും പ്രകടമായ ഉദാഹരണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഇത്തരം പരിശ്രമങ്ങളെല്ലാം പൊളിക്കുക. ഇനി ആരെങ്കിലും രാജ്യാന്തര മേള കാണാൻ വരുമോ? ഏതെങ്കിലും ആള് സിനിമാ ടൂറിസത്തിന്റെ ഭാഗമായി കേരളത്തിലേക്ക് വരും? അടുത്ത പ്രാവശ്യം മേള നടക്കും? എനിക്ക് ആശങ്കയാണ്. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു. അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ്, ഈ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം. എല്ലാ സിനിമയും കേരളത്തിൽ കാണാനുള്ള അവകാശം, ഇത് നമ്മുടെ മൌലികമായ അവകാശമാണ്. ആ മൌലികമായ അവകാശത്തെ ഒരിക്കലും ഇന്ത്യൻ ജനാധിപത്യം ഇത്ര മാത്രം മാതൃകാപരമാണ് ലോകത്ത്. അതിന്റെ ഏറ്റവും വലിയ എല്ലാ വൈവിധ്യങ്ങളും അംഗീകരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു നടപടി നമ്മുടെ സിനിമയും അതുപോലെ തന്നെ നമ്മുടെ കലാരൂപങ്ങളും നമ്മുടെ വിവിധ സാംസ്കാരിക പ്രവർത്തനങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായത് അങ്ങേയറ്റം വേദനാജനകമാണ്, ദുഃഖകരമാണ്. എല്ലാവരും പ്രതിഷേധിക്കണം. കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇക്കാലത്ത് ഇടപെട്ട് അനുവാദം തരണമെന്നാണ്. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി വിരുന്നൊരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹയാത്ത് റീജൻസിയിൽ നടന്ന വിരുന്നിൽ കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് ബാവ, ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ, ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത അടക്കമുള്ളവർ പങ്കെടുത്തു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, VP സുഹൈബ് മൗലവി, സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി എന്നിവരും എത്തി. സാമൂഹ്യ സാംസ്കാരിക പ്രമുഖരും ജനപ്രതിനിധികളും മതനേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം. കൊച്ചിയിലെ കുടിവെള്ള പ്രശ്നത്തിൽ ഇന്ന് രാത്രിയോടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്ന് ജില്ലാ കളക്ടർ G. പ്രിയങ്ക. ചേരാനെല്ലൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കും. മെട്രോ നിർമ്മാണത്തിൽ ജാഗ്രത പാലിക്കാൻ KMRL നിർദ്ദേശം നൽകി. പ്രശ്നങ്ങൾ അറിയിക്കാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും തുടങ്ങി. കൊച്ചി മെട്രോയുടെ പൈലിങ്ങിനിടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയ സംഭവത്തിൽ ജില്ലാ കളക്ടർ അടിയന്തരമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും എനിക്ക് പിന്നിലായി കാണാം കൊച്ചി മെട്രോയുടെ പൈലിങ്ങിനിടെ പൊട്ടിയിട്ടുള്ള ആ പൈപ്പിൽ നിന്നും
ധാരാളമായി വെള്ളം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലെ പാലാരിവട്ടം, തമ്മനം, കലൂർ മേഖലകളിൽ ഇത് കാരണം രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത്. ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാം എന്നുള്ള ജില്ലാ കളക്ടറുടെ ഉറപ്പിനെ തുടർന്നാണ് ഇന്നലെ പ്രതിഷേധക്കാർ മടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. കുടിവെള്ള പ്രശ്നം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യം മാത്രമല്ല, ഇത്തരത്തിൽ പൈലിങ്ങിനിടെ നിരന്തരമായി ഇങ്ങനെ പൈപ്പുകൾ പൊട്ടുകയും കുടിവെള്ള പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ശക്തമായ ഉപരോധത്തിലേക്ക് നാട്ടുകാർ നീങ്ങുന്ന സാഹചര്യമുണ്ടായത്. ഇന്ന് കൊച്ചി മെട്രോ അധികൃതർ, KMRL പ്രതിനിധികൾ തുടങ്ങിയ ആളുകളൊക്കെ ചേർന്നിട്ടാണ് ജില്ലാ കളക്ടറുമായി യോഗം ചേർന്ന. യോഗത്തിനിടെ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ പ്രതിനിധികളും ഉണ്ടായത്. യോഗത്തിനിടെ കുടിവെള്ളം പ്രശ്നം പരിഹരിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ടാങ്കറുകളിൽ വെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കലൂർ, തമ്മനം, പാലാരിവട്ടം ഭാഗങ്ങളിലാണ് കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നത്. ഇന്ന് രാത്രിയോടുകൂടി പ്രശ്നപരിഹാരം ഉണ്ടാക്കുമെന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഒരു 6 ഡിവിഷനും പിന്നെ ചേരന്നൂർ പഞ്ചായത്തിന് വെള്ള ടാങ്കറുകളിൽ വെള്ളം അടിക്കാനുള്ള സംവിധാനങ്ങൾ KWA പിന്നെ മെട്രോ ചെയ്യുന്നുണ്ട്. അതേമാതിരി പൊട്ടി ഒരു ലീക്ക് ഉണ്ടല്ലോ, അത് ഒരു വൈകുന്നേരത്തേക്ക് റിപ്പയർ ആക്കാനുള്ള എല്ലാ ശ്രമവും എടുക്കുന്നുണ്ട്. ചേരാനല്ലൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ടാങ്കറിൽ വെള്ളമെത്തിക്കും. അതുപോലെ മെട്രോ നിർമ്മാണത്തിൽ ജാഗ്രത പാലിക്കാൻ KMRL നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ പോലും തൽക്കാലം സ്റ്റോപ്പ് മെമ്മോ നൽകുന്നില്ല. എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ എന്നുമാണ് കളക്ടർ അഭിപ്രായപ്പെട്ടത്. സ്റ്റോപ്പ് മെമ്മോ അങ്ങനെ നമുക്ക് പോവേണ്ട, കോർഡിനേഷനിൽ പോകുന്നത് നല്ലതാണ്. ലെറ്റ് us not stop anybody. എല്ലാം മുമ്പോട്ട് പോകട്ടെ, കോർഡിനേഷനിൽ മുമ്പോട്ട് പോകും. കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രശ്നങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി കുടിവെള്ള പ്രശ്നം പരിഹരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഉറപ്പാണ് ജനപ്രതിനിധികൾക്കും ജനങ്ങൾക്കും കളക്ടർ നൽകിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് ഈ പൈലിങ്ങിനിടെ നിരന്തരം ഇങ്ങനെ ഈ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നതും പൈപ്പ് പൊട്ടുന്നതും നിരന്തര സംഭവമായത് തന്നെ അത് പ്രശ്നം പരിഹരിക്കണം. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വേണം, ജാഗ്രത വേണമെന്ന് KMRLനോടും നിർദ്ദേശമുണ്ട്. There is 1% ചാൻസ് ദാറ്റ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് സം പൈപ്സ് നമുക്ക് ഇപ്പോൾ കാണുന്നില്ല, ഇല്ലെങ്കിൽ നമ്മുടെ മെഷീൻസ്ക്ക് കാണുന്നില്ല, ബട്ട് ദേ ആർ ദെയർ. അപ്പോൾ അങ്ങനെ ആയെങ്കിലും വിത്തിൻ ഷോർട്ടസ്റ്റ് ടേൺ ഓവർ ഇപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു 3-4 ഡേയ്സ് എടുത്തു. ദാറ്റ് ഈസ് വെയർ ദ ഫ്രസ്ട്രേഷൻ ഈസ്. അതൊരു 6 to 12 hours എങ്ങനെ ശരിയാക്കാൻ പറ്റും, അതാണ് നമ്മുടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. 99% വി വിൽ ട്രൈ ടു എലിമിനേറ്റ്. പക്ഷേ 1% എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെയാണത് പെട്ടെന്ന് ശരിയാക്കുന്നത് എന്ന ഒരു ഇതിലാണ് നമ്മൾ നോക്കുന്നത്. ക്യാമറാമാൻ NR മനോജിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് എലത്തൂർ വിജിൽ തിരോധാന കേസിൽ വഴിത്തിരിവ്. സരോവരത്തെ ചതുപ്പിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ വിജിലിന്റേത് തന്നെയെന്ന് സ്ഥിരീകരിച്ചു. DNA പരിശോധനയിലാണ് സ്ഥിരീകരണം. 2019 കോഴിക്കോട് എലത്തൂർ സ്വദേശിയായ വിജിലിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത്. മാതാപിതാക്കളുടെ പരാതി തുടർന്ന് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു തുമ്പും ലഭിക്കുകയും ഉണ്ടായില്ല. അടുത്ത കാലത്തെന്നാൽ പോലീസിന് ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വിജിലിനെ സുഹൃത്തുക്കൾ ചേർന്ന് കുഴിച്ചിട്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തത്. സുഹൃത്തുക്കളായ KK, നിഖിൽ, ദീപേഷ് എന്നിവർ പോലീസിൻ്റെ കസ്റ്റഡിയിലാവുകയും ചെയ്തു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് അമിതമായ ലഹരി ഉപയോഗത്തെ തുടർന്നാണ് വിജിൽ മരിച്ചത് എന്ന് പ്രതികൾ മൊഴി നൽകിയത്. ലഹരി ഉപയോഗിച്ച ശേഷം മയങ്ങിക്കിടക്കുകയാണെന്ന ധാരണയിൽ തങ്ങൾ ആ സരോവരത്തു നിന്നും വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ പിറ്റേ ദിവസം സ്ഥലത്തെത്തിയപ്പോഴാണ് വിജിൽ മരിച്ചു എന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഭയം നിമിത്തം ഇത് പുറത്തു പറയാൻ ഉള്ള ധൈര്യമുണ്ടായില്ല. ഇതേ തുടർന്നാണ് സരോവരത്തെ ചതുപ്പിൽ കല്ലുകെട്ടി താഴ്ത്തി മൃതദേഹം ഉപേക്ഷിച്ചതെന്നവർ പറയുന്നു. പിന്നീട് വിജിൽ പുറത്തേക്ക് പോയി എന്ന് തെളിയിക്കാനായി കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപം വിജിലിൻ്റെ ബൈക്ക് കൊണ്ട് വിടുകയും ചെയ്തു. എന്നാൽ പലതവണ പോലീസ് പ്രതികളെ ചോദ്യം ചെയ്തെങ്കിലും വിജിൽ എവിടെ പോയി എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല എന്നാണ് ഇവർ മൊഴി നൽകിയത്. മുംബൈയിലേക്ക് പോകുന്നതിനെ പറ്റി വിജിൽ പറഞ്ഞിരുന്നതായും ഇവർ പറയുകയും ചെയ്തു. എന്തായാലും പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കല്ലായി പോലീസ് സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ കാടിൽ മൂടപ്പെട്ട നിലയിൽ ഇവരുടെ വിജിലിൻ്റെ ബൈക്ക് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് സരോവരത്ത് പോലീസ് പരിശോധന നടത്തിയത്. ആദ്യഘട്ടം നടത്തിയ പരിശോധനയിൽ മൃതദേഹ അവശിഷ്ടങ്ങളിലേക്ക് നയിക്കുന്ന തെളിവുകളൊന്നും ലഭിച്ചില്ല. കനത്ത മഴയെ തുടർന്ന് രണ്ടാം ഘട്ടത്തിൽ തെരച്ചിൽ നടത്തുകയും
ഏതായാലും 8 ദിവസം നീണ്ട തെരച്ചിലിനൊടുവിലാണ് സന്നദ്ധ പ്രവർത്തകരുടെയും കടാവർ നായകളുടെയും അടക്കം സഹായത്തോടുകൂടി നടത്തിയ തെരച്ചിലിലാണ് വിജിലൻ്റേതെന്ന് കരുതുന്ന 51 അസ്ഥികഷ്ണങ്ങൾ കിട്ടിയത്. മൃതദേഹം കെട്ടിത്താഴ്ത്തിയ കയറും കല്ലും കമ്പും അടക്കമുള്ള സാമഗ്രികളും അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന് ശേഷമാണ് കണ്ണൂരിലെ ഫോറൻസിക് സയൻസ് ലാബിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അവിടെ നടത്തിയ മൃതദേഹ പരിശോധനയിലാണ് വിജിലിൻ്റെ തന്നെയാണ് ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രതികളെ നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പോലീസ് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ തിരിച്ചറിയുക കൂടി ചെയ്തുകൂടി ഇനി കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കും. സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ നടു റോഡിൽ കയ്യാങ്കളി. വിദ്യാർത്ഥിക്ക് ട്യൂബ് ലൈറ്റ് കൊണ്ട് അടിയേറ്റു. പാലക്കാട് തൃത്താല കുമരനെല്ലൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് നടു റോഡിൽ തമ്മിൽ തല്ലിയത്. സ്കൂളിലെ 10+1 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ സംഘർഷമുണ്ടായത്. നാട്ടുകാരും വ്യാപാരികളും ഇടപെട്ടാണ് വിദ്യാർത്ഥികളെ പിന്തിരിപ്പിച്ചത്. വയനാട്ടിലെ ജനവാസ കേന്ദ്രമായ പച്ചിലക്കാട് പടിക്കം വയലിൽ ഇറങ്ങിയ കടുവയ്ക്കായി തെരച്ചിൽ. മേഖലയിലെത്തിയത് വയനാട് വന്യജീവി സങ്കേതത്തിലെ WL112 കടുവ എന്ന് തിരിച്ചറിഞ്ഞു. 5 വയസ്സ് പ്രായമുള്ളതാണ് കടുവ. 5 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇന്നലെ രാവിലെ ഏതാണ്ട് 10 മണിയോടെ കണ്ട കടുവയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് രാവിലെ 10 മണിക്ക് പടിക്കംവയൽ എന്ന സ്ഥലത്ത് ജനവാസ കേന്ദ്രത്തിൽ കടുവ ഇറങ്ങിയത്. എന്നാൽ ഇന്ന് രാവിലെ വരെ അവിടെ തിരച്ചിൽ നടത്തിയെങ്കിലും കടുവ മാറി മാറി പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പോൾ RRT സംഘവും അതുപോലെ തന്നെ റവന്യൂ വിഭാഗം, പോലീസ്, ഫോറസ്റ്റ് വിഭാഗം എല്ലാവരും തന്നെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ അല്പസമയത്തിന് മുമ്പ് കടുവ അവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരത്തുള്ള ചീക്കല്ലൂർ വയൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പാസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും കടുവയുടെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്നലെ തുടങ്ങിയ തിരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് കുങ്കിയാനകൾ ഏതാനും നിമിഷങ്ങളിൽ ഇവിടെ എത്തുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കടുവയെ കാണുകയാണെങ്കിൽ മയക്കുവെടി വയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നീങ്ങുന്നത്. ഇനി അതിനും കഴിയില്ലെങ്കിൽ കൂട് വയ്ക്കുക എന്നുള്ളതാണ്. കൂടെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ വളരെ വലിയ ഭീതിയിലാണ്. കാരണം ഒരു വനത്തിനടുത്തുള്ള പ്രദേശമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഈ ജനവാസ കേന്ദ്രത്തിൽ ഇത്തരത്തിലൊരു കടുവയുടെ സാന്നിധ്യം പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത്. എന്തായാലും ഈ ഭാഗങ്ങളിലെല്ലാം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള വിദ്യാലയങ്ങളെല്ലാം ഇന്ന് അവധി കൊടുത്തിരിക്കുകയാണ്. ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശം ഇടയ്ക്കിടയ്ക്ക് പോലീസും വനംവകുപ്പും ഒക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു ഭീതിപ്പെടുത്തുന്ന അവസ്ഥ തന്നെയാണുള്ളത്. രാവിലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് 5 വയസ്സായ ഒരു കടുവയാണ് എന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും കടുവയ്ക്കായുള്ള തിരച്ചിൽ ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പൊളിച്ചെഴുതുന്ന VBG റാംജി ബിൽ ലോക്സഭയിൽ. ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ബിൽ അവതരിപ്പിച്ചത്. മഹാത്മാഗാന്ധിയുടെ ചിത്രം ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. എന്നാൽ ഗാന്ധി മനസ്സിലുണ്ടെന്നായിരുന്നു മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ മറുപടി. പദ്ധതിക്കായി UPA കാലത്തേക്കാൾ ഫണ്ട് വകയിരുത്തിയെന്നും തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 വർദ്ധിപ്പിച്ചതായും ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. കേന്ദ്രത്തിന്റെ നിയന്ത്രണം വർദ്ധിപ്പിക്കാനും ഫണ്ട് ചുരുക്കാനുമാണ് ശ്രമമെന്ന് പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. नियम 72(1) के तहत इस विधेयक को पुनर्स्थापित करने पर अपनी सख्त आपत्ति दर्ज करना चाहती हूँ। महात्मा गांधी ग्रामीण रोजगार गारंटी कानून पिछले 20 सालों से ग्रामीण भारत को रोजगार देने में और ग्रामीण अर्थव्यवस्था को मजबूत बनाने में सक्षम रहा है। ये एक इतना क्रांतिकारी कानून है कि जब इसको बनाया गया तो सदन के सभी राजनीतिक दलों ने इससे पूरी सहमति। തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് മാറ്റിയത് അസഹിഷ്ണുതയും ഭീതിയും മൂലമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഭജനത്തിന്റെയും വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന സംഘപരിവാറിന് ഗാന്ധിയുടെ രാഷ്ട്രീയമോ മൂല്യങ്ങളുടെ വ്യാപ്തിയോ മനസ്സിലാകില്ല. കേന്ദ്ര നീക്കത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുമെന്നും VD സതീശൻ പറഞ്ഞു.
തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതിലൂടെ രാജ്യത്തെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പൊളിച്ചടുക്കിയെന്ന് മന്ത്രി സജി ചെറിയാൻ. സംസ്ഥാനം കുറഞ്ഞത് വർഷം 2000 കോടി കണ്ടെത്തുന്നത് എങ്ങനെയെന്നും മന്ത്രി ചോദിച്ചു. എല്ലാ തരത്തിലും കേരളത്തിൽ ദ്രോഹിക്കും. ഇന്ന് നിങ്ങൾ കണ്ടല്ലോ തൊഴിലുറപ്പ് മേഖലയിൽ നമ്മളൊരു വർഷം ഇപ്പൊ 2000 കോടി രൂപ ഏറ്റവും പ്രാഥമിക കണക്കനുസരിച്ച് സ്റ്റേറ്റ് ഇപ്പം ഉണ്ടാക്കണം. ഇവിടുന്ന പൈസ 90% കേന്ദ്ര ഗവൺമെന്റും 10% സ്റ്റേറ്റും മുടക്കിക്കൊണ്ടിരുന്ന ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പൊളിച്ചടുക്കിയത് മാത്രമാണ്. അതിൽ 60-40 എന്നുള്ള ഷെയറിംഗ് വരുന്നതോടുകൂടി ഒരു സംസ്ഥാനത്തിന് എങ്ങനെ താങ്ങാൻ പറ്റും? ഇവിടുന്ന് GST വഴി എല്ലാ പണവും കൊണ്ടുവന്നു. സ്റ്റേറ്റിന്റെ വിഹിതം എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നു. സ്റ്റേറ്റ് തന്നുകൊണ്ടിരിക്കുന്ന സമ്പത്ത് തരുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് CPI. സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത ഏർപ്പെടുത്തിയും അപ്രായോഗിക നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയതും പദ്ധതിയെ ഇല്ലായ്മ ചെയ്യാനാണെന്ന് CPI പറഞ്ഞു. ഇതിനെതിരെ ഈ മാസം 17-18 തീയതികളിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം നടത്തുമെന്നും CPI അറിയിച്ചു. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയയ്ക്കും രാഹുൽ ഗാന്ധിക്കും താൽക്കാലിക ആശ്വാസം. EDയുടെ കുറ്റപത്രം സ്വീകരിക്കാൻ ഡൽഹി കോടതി വിസമ്മതിച്ചു. കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ ആവശ്യമായ മുൻ FIR ഹാജരാക്കിയില്ലെന്ന കാരണത്താലാണ് നടപടി. ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വീണ്ടും അന്വേഷണം നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ വിദേശ താരമായി ഓസീസ് ഓൾറൗണ്ടർ കാമറൂൺ ഗ്രീൻ. 25.20 കോടി രൂപയ്ക്കാണ് ഗ്രീനിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിലെത്തിച്ചത്. ശ്രീലങ്കൻ ഫാസ്റ്റ് ബൌളർ മതീഷ പതിരണയെയും 18 കോടി രൂപയ്ക്ക് KKR സ്വന്തമാക്കി. താരലേലത്തിൽ തിളങ്ങിയ ഇന്ത്യൻ അൺക്യാപ്ഡ് താരങ്ങളായ പ്രശാന്ത് വീറും കാർത്തിക് ശർമ്മയും. ഇരുവരെയും 14.2 കോടി രൂപയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ ക്യാമ്പിലെത്തിച്ചു. 10 ടീമുകളിലായി ആകെ 77 താരങ്ങൾക്ക് അവസരം ലഭിക്കും. ആകെ 237.55 കോടി രൂപയാണ് 10 ടീമുകൾക്കുമായി ആകെ മുടക്കാൻ സാധിക്കുക. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഇന്ത്യയിൽ നിന്ന് മടങ്ങി. റിലയൻസ് ഫൗണ്ടേഷന്റെ വന്യജീവി സംരക്ഷണ കേന്ദ്രമായ വൻതാര സന്ദർശിച്ച ശേഷം ജാംനഗറിൽ നിന്നായിരുന്നു മടക്കം. ഗോട്ട് ഇന്ത്യ ടൂർ 2025ന്റെ ഭാഗമായി ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം അനന്ത് അംബാനിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മെസ്സി ജാംനഗറിൽ എത്തിയത്. സഹതാരങ്ങളായ ലൂയിസ് സുവാരസ്, റോഡ്രിഗോ ഡിപോൾ എന്നിവർക്കൊപ്പം വൻതാരയിൽ മെസ്സി തങ്ങി. തുടർന്ന് പുലർച്ചെ പാർക്ക് സന്ദർശിച്ച ശേഷം മടങ്ങുകയായിരുന്നു. കഴിഞ്ഞ മാസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകനും വൻതാര സന്ദർശിച്ചിരുന്നു. ഐബിസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ബ്രാൻഡ് അംബാസിഡറായി കല്യാണി പ്രിയദർശനെ പ്രഖ്യാപിച്ചു. രാജ്യത്തെ കൂടുതൽ നഗരങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ഐബിസിനെ പ്രതിനിധീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ മുഖമാണ് കല്യാണിയെന്ന് അധികൃതർ പറഞ്ഞു. ഐബിസിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് കല്യാണിയും പ്രതികരിച്ചു. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുകയാണ് ഐബിസ് ലക്ഷ്യമിടുന്നത്.